ദിവസം നമ്മളെ അഴീക്കോട് ഫിഷറീസ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്തിരി ലേറ്റായി പോയതല്ല, ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ സംഭവം അതിനെതിരെ സംസാരിക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ എല്ലാവരും സമരമുഖത്തുണ്ട്. അപ്പോൾ ഈ സമരമുഖത്ത് വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ ഏതായാലും ആദ്യം തന്നെ പറഞ്ഞുതരാം. ഈ ബോട്ടുകളിലെ പൈലാഞ്ചി വലകളും അതുപോലെ തന്നെ ഈ ബോട്ട് ഫിഷിങ്, കരയ്ക്കിറങ്ങി വലിക്കലും എല്ലാം കൂടെ ചേർന്ന് വള്ളക്കാർക്ക് മീൻ കിട്ടാതെ ആയപ്പോഴേക്കും ഇങ്ങനെ പിടിച്ച് നശിപ്പിക്കുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ടെതിരെ പ്രതികരിച്ചതാണ് സംഭവം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ കടല് ആരുടെയും തന്തയുടെ വകയല്ല, ആരുടെ തറവാട്ട് സ്വത്തുമല്ല. ആർക്ക് വേണമെങ്കിലും മീൻ പിടിക്കാം. പണമുള്ളവൻ കോടികൾ ഇറക്കി ബോട്ടും കപ്പലും ഒക്കെ ഇറക്കിയിട്ട് മീൻ പിടിക്കും. ഇല്ലാത്തവൻ 5ഉം 10ഉം ലോണെടുത്ത് മീൻ പിടിക്കുന്നവന്മാരെല്ലാം ഇതേപോലെ നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, എൻ്റെ വീഡിയോയ്ക്ക് എതിരെ ഞാൻ ഈ വർഷങ്ങൾക്ക് മുമ്പ് ഈ ചെറുവള്ളങ്ങൾക്ക് വേണ്ടി സംസാരിച്ച വീഡിയോയിൽ എനിക്ക് നേരെ വന്ന ഒരുപാട് കമൻറ്റ് ഇതായിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? കാലം മറുപടി തരാത്ത ഒന്നുമില്ല. നിങ്ങളിപ്പോൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഇപ്പോൾ ശവത്തിൽ കുത്തുന്നതാടാ പന്നി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് തോന്നാം. ഞാൻ ശവത്തിൽ കുത്തിയത് തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പണ്ട് കാലങ്ങളിൽ മുതൽ ചെയ്തു വരുന്ന ഒരുപാട് ചെറുകിട മത്സ്യത്തൊഴിലാളികളുണ്ട്. അവരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികൾ. ഈ ഇപ്പോൾ ലൈലാൻഡ് വള്ളങ്ങളും അതുപോലെ തന്നെ കോടികൾ കണക്കിന് മുടക്കിയ ബോട്ടുകളും എല്ലാം വന്നപ്പോഴേക്കും ഇവരാണ് പണിക്കാർ, മറ്റവർ കരമേട്ടി നോക്കിക്കൊണ്ടിരിക്കൽ. ഒരു ഗ്രാമത്തിലൊരു കിണറുണ്ട്, അവിടെ നിന്നാണ് വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥലത്ത് നിന്ന് 50 കുടുംബം ഉണ്ടായിരിക്കും. ആ 50 കുടുംബവും ഈ തൊട്ടിയിട്ട് കോരുമ്പോഴേക്കും വെള്ളം കിട്ടും, ആവശ്യത്തിന് വെള്ളം കിട്ടും. അതേ സ്ഥിതിയിൽ ആ 50 വീടിൽ 10 വീടുകൾ പണക്കാരായിരിക്കും. അവർ മോട്ടർ വെച്ച് വെള്ളം എടുക്കും. ആ 10 വീടുകൾ ഒരേ സമയത്ത് മോട്ടർ ഇട്ട് കഴിഞ്ഞിരുന്നുള്ള അവസ്ഥ എന്താണെന്നറിയും. ആ കിണർ എന്നെ പറ്റിപ്പോവും. അപ്പോൾ ബാക്കി കിട്ടുന്ന 40 വീടുകളും വെള്ളം കിട്ടാതെ കിടക്കും. അതേ അവസ്ഥ തന്നെയാണ് ഈ കടലിലെ മീനുകൾ വരുന്ന സമയത്ത്. ചെറുമീനുകളോ വലിയ മീനുകളോ ഏത് ടൈപ്പ് മീനുകളായിരുന്നാലും ഈ റിങ് മടി ഉപയോഗിച്ച് നമ്മളിങ്ങനെ കോരി എടുക്കുന്ന, അല്ലെങ്കിൽ ഈ ബോട്ടുകൾ ഇങ്ങനെ ഉപയോഗിച്ച് കോടി കണക്കിന് മീൻ പിടിക്കുന്ന സമയത്തൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ചെറുവള്ളങ്ങൾ എത്ര വള്ളങ്ങളാണ് മീൻ കിട്ടാതെ കലഞ്ഞ്. ഞാൻ ഇതിനെതിരെ പ്രതികരിച്ചതാണ് കേട്ടോ, പ്രതികരിച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പ്രതികരിച്ചതായിരുന്നു. ആ സമയത്ത് എനിക്ക് അതിനുള്ള തക്കതായിട്ടുള്ള മറുപടി എല്ലാവരും തന്നിട്ടുണ്ട്. കടൽ ആരുടെയും തന്തയുടെ വകയല്ല, ആരുടെയും കുടുംബസ്വത്ത് അല്ല. അതുകൊണ്ട് പണമുള്ളവൻ മീൻ പിടിക്കും, പണം ഇല്ലാത്തവൻ തെണ്ടി തിരിഞ്ഞ് പട്ടിണി കിടന്നോ ആത്മഹത്യ ചെയ്തോ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇത് കാലം തന്ന മറുപടിയാണ്, മനസ്സിലായ? ഇപ്പോൾ ഇന്ന് ബോട്ടുകാർ നിങ്ങൾക്കെതിരെ ചെയ്ത്, നാളെ അത് കപ്പലുകാർ നിങ്ങൾക്കെതിരെ ചെയ്യും, ബോട്ടുകാർക്കെതിരെ. ആ സമയത്ത് ബോട്ടുകാരും പട്ടിണി കിടക്കുന്ന സമയത്ത് ഓർമ്മ വരും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കാലക്രമേണ മികച്ച സിസ്റ്റംസൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഈ കടലിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ നശിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സ്വയമേ കുഴി തോണ്ടുന്ന അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഏതായാലും എല്ലാവർക്കും പാഠം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ചെറുവള്ളങ്ങളുടെ കാര്യം എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഷ്ടത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോണെടുത്തും കടം വാങ്ങിച്ചും ഒക്കെ ചെറുവള്ളങ്ങളൊക്കെ ഇട്ട ഒരുപാട് പേരുണ്ട്. അവരൊക്കെ അതിൻ്റെ പലിശ പോലും കൊടുത്ത് തീരാൻ പറ്റാത്ത അവസ്ഥയിൽ വിറ്റെങ്ങനെയെങ്കിലും സ്വന്തം കിടപ്പാടമൊക്കെ മുതലാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. വേറെ ഒന്നുമല്ല, ഞാൻ ഇതിൽ ഇത്രയും മാത്രം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കതിൽ അനുഭവം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ ഏതായാലും എല്ലാവർക്കും പാഠം കിട്ടി, സന്തോഷമായി. എല്ലാവരും ഒരുമിച്ച് അനുഭവിക്കുക. ഇനി വരുന്ന കാലങ്ങളിൽ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വായും വയറും ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ഇത് കൂടിപ്പോയാൽ 1-2 ദിവസം ഈ സമരം നിൽക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും മടുക്കും, നിങ്ങൾ മാറും. അതിനുശേഷം വീണ്ടും അവർ അതേ പണി തന്നെ ചെയ്യും, മീനുകൾ വറ്റിക്കും. ഏതായാലും വീണ്ടും അതേ റൊട്ടേഷൻ, വീണ്ടും അതേ ഇത് തന്നെ വീണ്ടും നടക്കും. നിങ്ങളിപ്പോൾ അത് സമരം ചെയ്തിട്ടോ പ്രതികരിച്ചിട്ടോ വലിയ കാര്യമൊന്നും ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പേയൊക്കെ സമരവും പ്രതികരണമൊക്കെ ഒരുപാട് പ്രതിഷേധമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും. അന്നും ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാനുള്ള അധികാരമുണ്ട്. അതിന് ഞാൻ എതിരിടുന്നില്ല. നിങ്ങളും മറുപടി പറയുന്ന അനുസരിച്ച് ഞാനും തിരിച്ച് മറുപടി പറയുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം.